ഞാൻ എൻ്റെ കൂട്ടുകാരെല്ലാം ഒരു കാര്യം കാണിക്കാവേ. എൻ്റെ അച്ഛനാണെങ്കിൽ ഞാൻ വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ വീട്ടിൽ ഷീറ്റ് ഇട്ട് കേട്ടോ, ഫ്രണ്ടിൽ പാവം മഴ പെയ്യുമ്പോഴത്തേക്ക് ഫ്രണ്ടിലെല്ലാം വെള്ളമായിരുന്നേ. അപ്പോൾ ഞാൻ വന്നപ്പോൾ തൊട്ട് കൊച്ച വാ ഇവിടെ വന്ന് നോക്കുമെന്ന് പറഞ്ഞ് ഭയങ്കര വെള്ളം. ഞാൻ പറഞ്ഞു കുളിച്ചിട്ട് വരട്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ കാണിക്കാവേ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെളിയിലോട്ട് വന്നതാണ്. അപ്പം ഈച്ച ഉണ്ടല്ലോ, ഈച്ച കണ്ണിലോട്ട് അടിച്ചേ. അതെങ്ങനെ ഇരിക്കുന്നത് ഭയങ്കരമായിട്ട് ഈച്ച വന്നിട്ട് കണ്ണിലോട്ട് അടിച്ച്. ഞാൻ അതിൻ്റെ കാണിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പാവം അച്ഛൻ്റെ ഇരുന്ന് കാണാൻ വേണ്ടിയേ വെളിയിലോട്ട് വന്നത്. അപ്പോൾ അച്ഛനാണെങ്കിൽ കണ്ണ് ഓടി അതിനകത്തൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കരമായിട്ട് ഈച്ച അടിച്ചു. എൻ്റെ ഇത് കണ്ടിട്ട് കുഞ്ഞ് ഓടി വന്നതാണ് എന്നാ പറ്റിയെന്ന് അറിയാൻ. ഞാൻ കാണിക്കാവേ. അച്ഛനാട്ടോ എല്ലാവരും ചോദിച്ചില്ല എൻ്റെ അച്ഛൻ ഏതാ. എൻ്റെ അച്ഛൻ്റെ വീടാണ് ഇത് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ വീട് ഇതെൻ്റെ വീട്, എൻ്റെ അച്ഛൻ്റെ വീടാണ്. അച്ഛനാണെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ റോഡാണെങ്കിൽ കോൺക്രീറ്റ് ചെയ്തായിരുന്നേ. ഇത് റോഡ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ റോഡിലെ വെള്ളം മുഴുവനും പാവം എൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ട് ചെന്നുകൊണ്ടിരുന്നത്. അന്നേരം ഇപ്പം ഈ സിറ്റോട്ടിലും ഒന്നും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നേ. അതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ മോന് കഴിഞ്ഞ ദിവസം മസ്കറ്റിലല്ല അച്ഛൻ രമേശേട്ടൻ വന്നേ മസ്കറ്റിൽ നിന്ന്. അപ്പോൾ രമേശേട്ടന് വെൽഡറാണ്, ചെയ്ത് കൊടുക്കാനും സമയമില്ലായിരുന്നു കേട്ടോ രമേശേട്ടൻ. അപ്പം എൻ്റെ അച്ഛന് രമേശേട്ടൻ സാധനങ്ങളെല്ലാം എടുത്ത് കൊടുത്തിട്ട് പോയി. ഇന്നിപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് ഇന്നിപ്പോൾ എൻ്റെ എല്ലാ ഷീറ്റൊക്കെ ഇട്ട് കേട്ടോ. എൻ്റെ അച്ഛൻ കണ്ടോ, എൻ്റെ അച്ഛൻ്റെ ചിരി കണ്ടോ. ഇപ്പോഴാണ് എൻ്റെ അച്ഛന് സമാധാനമായി. സമാധാനം ഇപ്പം അല്ലേ അച്ഛാ? ഇത് നാളെ പെയിൻ്റ് അടിക്കും കേട്ടോ. ഉണ്ടോ ഞങ്ങളുടെ അച്ഛനെ കണ്ടോ, സുന്ദരൻ കണ്ടോ. സുന്ദരൻ എപ്പോഴും ഡൈ ഒക്കെ ചെയ്താൽ നിൽക്കുന്നത് കേട്ടോ. സുന്ദരനല്ലേ ഞങ്ങളുടെ അച്ഛൻ. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് അച്ഛൻ ഏതാണ്. അതിൻ്റെ സന്തോഷം, ഷീറ്റ് ഇട്ടതിൻ്റെ സന്തോഷം കേട്ടോ. അച്ഛൻ പറഞ്ഞേട്ടാ അച്ഛൻ്റെ പേര് പറയണം. കരുണാകരൻ. എൻ്റെ അച്ഛൻ്റെ പേര് എല്ലാവർക്കും അറിയത്തില്ലേ, കരുണാകരൻ. അച്ഛനെ കണ്ടോ കാണിക്കാം. ഇതുണ്ട്, ഇതാ ഷീറ്റ് ഇട്ടോ. ഇവിടെ ഇനിയിപ്പം വെള്ളമൊന്നും വീഴത്തില്ല. അടിപൊളി. ഇനിയിപ്പോൾ ഞങ്ങൾ അടിപൊളി മിറ്റമൊക്കെ ആക്കും. ചേട്ടായി വന്നിട്ട് ബാക്കിയും കൂടെ എല്ലാം ചെയ്ത് ഓണമൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിക്കും. കേട്ടോ, കാറൊക്കെ കയറ്റി ഇടാൻ വേണ്ടിയുള്ള സെറ്റപ്പിലൊക്കെ എല്ലാം ചെയ്തിട്ടിരിക്കുന്നു. അച്ഛൻ പറയുവാ അച്ഛനെ കാണാൻ പറ്റുന്നില്ല. അച്ഛൻ്റെ വീഡിയോ എടുക്കുമ്പോൾ അച്ഛൻ എങ്ങനെ കാണുന്നേ, പാവം അച്ഛൻ അറിയത്തില്ല. അതിന് എന്നോട് പറയാ എന്നെ കാണാൻ പറ്റുന്നില്ല. ചിരി കണ്ടോ. ഇപ്പോഴാണ് മുഖത്തൊരു ജീവൻ വന്ന് ഷീറ്റ് ഇട്ടപ്പോൾ. ഇത്രയും ദിവസം മഴയല്ലായിരുന്നോ, മഴ ആയതുകൊണ്ട് എൻ്റെ അച്ഛനെ ഷീറ്റ് ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പം ഷീറ്റ് ഇട്ടപ്പോൾ എൻ്റെ അച്ഛൻ്റെ മുഖത്ത് ചിരി കണ്ടോ. ചിരിയാണ്ടോ. ഇനി ഞാൻ ഇതിൻ്റെ പകലുള്ള ഒരു വീഡിയോ ഇട്ട് തരാം കേട്ടോ. ഞാൻ പകലുള്ള ഒരു വീഡിയോ അച്ഛൻ പറയുന്നുണ്ട് അച്ഛൻ്റെ കൊച്ചുമക്കളാണ്ടോ. ഞാനില്ലാത്ത സമയത്തെല്ലാം എൻ്റെ മക്കളെ നോക്കുന്ന എൻ്റെ അച്ഛനാണ്. എല്ലാവരും ചോദിക്കാറില്ലേ അച്ഛൻ ഏതാണ്. ഇതാണ് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ നമ്മൾ പറയുന്നത് ജന്മം കൊണ്ട് അച്ഛനല്ലേലും കർമ്മം കൊണ്ട് എൻ്റെ അച്ഛനാണ് കേട്ടോ. എല്ലാവരും കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇതെൻ്റെ അച്ഛൻ. കഴിഞ്ഞ ദിവസം ഞാൻ കൃഷിയൊക്കെ കാണിച്ചില്ല. എൻ്റെ അച്ഛൻ കൃഷി ചെയ്യണേ ഈ അച്ഛനാണ്. ഇത്രയും പ്രായമായിട്ടും ഒരു 5 മിനിറ്റ് അടങ്ങിയിരിക്കത്തില്ല. എപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കും. ഞാനും അച്ഛനോട് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ആ ഒരു കാര്യത്തിലാണ്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒട്ടും വയ്യ കണ്ടോ. ഞാൻ ഈ പകൽ വീഡിയോ കാണിച്ചു തരാമല്ലേ. ടാറ്റാ ബൈ. ഞാൻ പോയി വീഡിയോ എടുത്തതേ അച്ഛൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളുടെ മനസ്സാട്ടോ, കുഞ്ഞു പിള്ളേരുടെ. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് കൊച്ചെ കാണുമെന്ന് പറഞ്ഞേ. അപ്പോൾ അത് പോയി കണ്ടില്ലേ, അതിൻ്റെ വീഡിയോ എടുത്തില്ലേ, ഭയങ്കര സങ്കടം, കൊച്ചു പിള്ളേരെ പോലെ. അപ്പോൾ എനിക്കും അറിയാം രാത്രിയാണ്, വീഡിയോയ്ക്കകത്ത് കുറച്ചേ കാണാൻ പറ്റുള്ളൂ എന്ന് എനിക്കും അറിയാം. അപ്പോൾ അച്ഛൻ്റെ ഒരു സന്തോഷമല്ലേ. അപ്പം ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും എന്നെ വീഡിയോ കാണാവോ എന്ന്. അപ്പോൾ അച്ഛൻ്റെ ഒരു സന്തോഷത്തിനാണ് ഞാനത് വീഡിയോ എടുത്തത്. അതിൻ്റെ മുഴുവൻ ഡീറ്റെയിലും ഞാൻ പകൽ കാണിക്കാവേ.